ഭാരത പര്യടനം തുടരുന്നു. ഉത്തർപ്രദേശിലെ വാരണാസി നഗരം ബനാറസ് എന്നും അറിയപ്പെടുന്നു. ശ്രീ നരേന്ദ്രമോദി സ്ഥിരമായി ജനവിധി തേടുന്ന മണ്ഡലം. ലോകത്തിലെ ഏറ്റവും വലിയ സംസ്ഥാനം. 24.14 കോടി ജനങ്ങൾ, 80 ലോക്സഭാ മണ്ഡലങ്ങളും 403 നിയമസഭാ മണ്ഡലങ്ങളും. ദാരിദ്ര്യത്തിൽ 3-ാം സ്ഥാനത്ത്. ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട 2 പുണ്യനഗരങ്ങളാണ് കാശിയും അയോധ്യയും. ഞങ്ങൾ ഓട്ടോറിക്ഷകളിൽ ഗംഗാതീരത്തുള്ള ഘട്ടിലേക്ക് പോവുകയാണ്. സാക്ഷരത 67.72%, 77.30% ആൺകുട്ടികളും 57.20% പെൺകുട്ടികളും വിദ്യാലയ പഠനം നടത്തുന്നു. 75 ജില്ലകളുള്ള യുപിയുടെ തലസ്ഥാനം ലക്നൗ ആണ്. മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥും ഗവർണർ ശ്രീ ആനന്ദിബെൻ പട്ടേലും. ഗംഗാതീരം ഇപ്പോൾ ഉച്ചസമയമാണ്. ഭക്തരും സഞ്ചാരികളും കുറവാണ്. ഞങ്ങളുടെ ആളുകൾ ഗംഗാതീരം ഒന്ന് നോക്കിക്കാണുകയാണ്. ഇതിൽ പലരും നേരത്തെ ഇവിടെ വന്നിട്ടുള്ളവരുമാണ്. ഞാനും 2ാമത്തെ പ്രാവശ്യമാണ് കാശിയിലെത്തുന്നത്. സ്വർഗീയ നദിയായ ഗംഗയെ മഹാമുനി ഭഗീരഥൻ്റെ തപശക്തി കൊണ്ട് ഭൂമിയിലെത്തിച്ചു. ഹിമാലയ സാനുക്കളിലൂടെ രൗദ്രഭാവത്തിൽ ഗംഗാദേവി ഒഴുകാൻ തുടങ്ങി. പിന്നീട് കൈലാസനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ശാന്തയായ ഗംഗാദേവി ഹരിദ്വാർ, കാൺപൂർ, അലഹബാദ്, വാരണാസി, കൽക്കട്ട വഴി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു. വേനൽക്കാലത്തും ജലപ്രവാഹമാണ്. ഗംഗാതീരത്ത് കത്തിയെരിയുന്ന മൃതദേഹങ്ങൾ 24 മണിക്കൂറും ഇവിടെ ഇങ്ങനെയാണ്. പ്രദേശവാസികൾക്കും ദൂരെ നിന്ന് വരുന്നവർക്കും പ്രത്യേക ഘട്ടുകളുണ്ട്. പ്രധാന ശവദാഹം നടക്കുന്ന ഘട്ടുകൾ ഹരിശ്ചന്ദ്രഘട്ടും മണികർമ്മികാഘട്ടുമാണ്. പിതൃതർപ്പണത്തിനും ശവദാഹത്തിനുമായി 80ഓളം ഘട്ടുകൾ തീരത്തുണ്ട്. 5 കിലോമീറ്ററോളം നീളത്തിൽ ഘട്ടുകൾ വ്യാപിച്ചു കിടക്കുന്നു. ഘട്ടിലെ ശുചീകരണത്തിന് ഇന്ന് പ്രത്യേക സംവിധാനങ്ങൾ നിലവിലുണ്ട്. ശവദാഹത്തിനു ശേഷമുള്ള മാലിന്യങ്ങൾ ബോട്ടുകളിൽ ശേഖരിച്ച് നീക്കം ചെയ്യുന്നു. പണ്ടുകാലങ്ങളിൽ പകുതി വെന്ത മൃതദേഹങ്ങൾ ഗംഗയിൽ വലിച്ചെറിയുമായിരുന്നു. വർഷത്തിൽ 50,000-ൽ പരം മൃതദേഹങ്ങളെങ്കിലും ഗംഗാദേവി ഏറ്റുവാങ്ങിയിരുന്നു. ഇവിടത്തേക്ക് ആവശ്യമായ ബോട്ടുകൾ ഇവിടെ വെച്ച് തന്നെ കരാറുകാർ നിർമ്മിച്ചു കൊടുക്കുന്നു. അത്തരത്തിലുള്ള ഒരു ബോട്ടിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത്. ഗംഗാ നദിയിലൂടെയുള്ള ബോട്ട് യാത്രയ്ക്കൊരുങ്ങി ഞങ്ങൾ ബോട്ടിലാണ്. ഞങ്ങളുടെ ബോട്ട് നീങ്ങിത്തുടങ്ങി. ഒരു മണിക്കൂർ സമയം കൊണ്ട് തീരത്തെ കാഴ്ചകൾ കണ്ട് മടങ്ങി വരാം. ഒരാൾക്ക് 200 രൂപ വീതമായി.
ഇപ്പോൾ കാശി ദേവാലയത്തിൻ്റെ ഗോപുരങ്ങൾ ചിത്രത്തിൽ കാണാം. ദേവാലയത്തിന് സമീപം വീഡിയോ അനുവദനീയമല്ല. ബോട്ട് യാത്ര കഴിഞ്ഞ് ദേവാലയ ദർശനത്തിന് പോവുകയാണ്. ഈ പലകത്തട്ടുകൾ വച്ചിരിക്കുന്ന സ്ഥലത്ത് എല്ലാ ദിവസവും ഗംഗാ ആരതി പൂജയുണ്ട്. ആചാരപ്രകാരം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ഗംഗാമാതാവിനെ ആരതി ഒഴിഞ്ഞ് പൂജിക്കുന്നു. വൈകുന്നേരം 6:30 മുതൽ 8 മണി വരെയാണ് പൂജകൾ. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. ഇന്നത്തെ ആരതി പൂജയിൽ ഞങ്ങളും പങ്കെടുക്കുകയാണ്. വലിയ നഗരമാണ് കാശി നഗരം. 10ാം നൂറ്റാണ്ടു മുതൽ വികസിച്ച പട്ടണമാണ്. വ്യാപാര രംഗത്ത് കാശിയും അയോധ്യയും വൻ പുരോഗതി നേടിയിരിക്കുന്നു. ജനങ്ങളുടെ ജീവിതം കൂടിയാണ് കാശിയും അയോധ്യയും. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് 6:30 മുമ്പായി ഞങ്ങളും ആരതി പൂജ നടക്കുന്ന സ്ഥലത്തെത്തി. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ ഭക്തർ എത്താറുണ്ട്. ഗംഗാമാതാവിന് അഭിമുഖമായാണ് പൂജകൾ നടക്കുന്നതുകൊണ്ട് ബോട്ടുകളിൽ നിന്നും പൂജകൾ കാണുന്നവരുണ്ട്. 6 പുരോഹിതർ പൂജകൾക്ക് നേതൃത്വം നൽകുന്നു. ആദ്യത്തെ മന്ത്രോച്ചാരണം കഴിഞ്ഞ് ആഡിയോ കാസറ്റ് ഉപയോഗിക്കുന്നു. ഗംഗാസ്തുതികൾ ഭക്തർ ഏറ്റുപാടുകയും താളത്തിൽ കൈകൊട്ടുകയും ചെയ്യുന്നത് കാണാം. ആരതി പൂജ കഴിഞ്ഞ് ഭക്തരും സഞ്ചാരികളും മടങ്ങുകയാണ്. കൂടുതൽ പേരും അവരവർ താമസിക്കുന്ന ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഓട്ടോറിക്ഷകളാണ് വാഹനം. തിരികെ യാത്രയ്ക്ക് യാത്രാ നിരക്ക് കൂടുതലാണ്. ഞങ്ങൾ അന്നേ ദിവസം കാശിയിൽ കഴിഞ്ഞ് അടുത്ത ദിവസം യാത്ര തുടരുകയാണ്.